അപ്പോൾ കറി വെക്കല്ലേ, കറി വെച്ചാൽ ഒരു വകയ്ക്ക് കൊള്ളൂല, വായിൽ വെക്കാൻ കൊള്ളില്ല. പൊരിക്കാനാണെങ്കിൽ കിടില വന്ന് ഈ ഒരു രീതിക്ക് കറി വെച്ച് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. പൊറോട്ട ആണേ കടയിൽ പെടുത്തില്ല, വേണമെന്ന് പോലും ചോദിക്കുന്നില്ല. നശിച്ച് ലോകം. നല്ല വറ്റി വരുന്നതനുസരിച്ച് നല്ല മുളക് നല്ല തെളിഞ്ഞു വന്നു. തീ കുറയ്ക്കണം, നല്ല തീ ഉണ്ട്, വരി പിടിച്ചിരിക്കുകയാണ് ഇങ്ങനെ, നല്ല സൗണ്ട്. ജി ജെ മോഗ്ലിയുടെ മറ്റൊരു പുതിയ ചെറിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറയുമ്പോൾ, നമ്മളിന്ന് കുറച്ച് മീൻ പിടിച്ചിട്ട്, അങ്ങോട്ട് മാറിയില്ല പൂച്ചേ, നമ്മളിന്ന് കുറച്ച് മീൻ പിടിച്ചിട്ട് ചൂണ്ടിട്ട് മീൻ പിടിച്ചിട്ടാണ് നമ്മളിന്ന് കറി വെക്കാൻ വേണ്ടി പോകണം. മനസ്സിലായില്ലേ? നമ്മൾ ഓൾറെഡി മീനിനെ പിടിച്ച് വെച്ചിട്ടുണ്ട്, പിടിക്കുന്നത് കാണിക്കുന്നില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മീനൊക്കെ പിടിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല, നമ്മൾ പിടിക്കുന്നത് കാണിക്കുന്നില്ല. പിടിച്ച് വെച്ചിട്ടുള്ള കുറച്ച് മീനുണ്ട്, ആ മീനുകൾ നമ്മളിന്ന് കറി വെക്കാൻ വേണ്ടി പോകണം. അപ്പോൾ കഴുകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും മീനെ കാണിച്ചിട്ട്, മനസ്സിലായില്ലേ? കാലെടുത്തിട്ട് പോകണ്ട, കാണിച്ചിട്ട് കണ്ടടാ. ഇതെല്ലാം നമ്മൾ ചൂണ്ടിട്ട് പിടിച്ചാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റുള്ളൂ. ഇത് നമ്മൾ ചൂണ്ടിട്ട് പിടിച്ചാണ്. അതായത് രോഹു എല്ലാം ഒരു അര കിലോയിൽ അടുപ്പിച്ച്, അര കിലോ ഒരു 600 ഗ്രാമുള്ളതുണ്ട്, അര കിലോയ്ക്ക് താഴെയുള്ളതുണ്ട്. അങ്ങനത്തെ കുറച്ച് രോഹുവിനാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഇത്രയും രോഹുവിനാണ് നമ്മളിന്ന് കറി വെക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കറി വെച്ചിട്ട് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലും, കറി വെക്കുന്ന തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവർക്ക് കൊടുക്കില്ല. മനസ്സിലായില്ലേ? നമ്മൾ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ, വേറെ ആർക്കും കൊടുക്കില്ല. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്കേ പറ്റാം, അതുകൊണ്ട് പുറത്ത് കൊടുക്കില്ല. മീൻ വേണമെങ്കിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും, പക്ഷേ കറി വെച്ചാൽ നമ്മൾ ആർക്കും കൊടുക്കില്ല, നമ്മൾ മാത്രമേ കഴിക്കുള്ളൂ. കാരണം നമ്മുടെ കറിയിൽ ഇത്ര വിശ്വാസം എനിക്ക് പോരാ. എൻ്റെ തത്തച്ചി അവിടെ കിടന്ന് കരയുന്നു. സരസപ്പൂച്ചയല്ലേ, ഈ കാട്ടിടെ വരാൻ വഴി അറിഞ്ഞൂടാ. അവിടെ പതിയും കിടന്ന് അവിടെ കിടന്ന് കരയുന്നു, മനസ്സിലായില്ലേ? അവിടെ കിടക്കട്ടെ, കുറച്ച് മണം പിടിച്ചിങ്ങി വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാണുന്ന ഇത്രയും മീനുകളെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ചിഞ്ചു ആ കാണുന്നത് അവിടെ നിൽക്കണം, മനസ്സിലായില്ലേ? ഇങ്ങനെ കാണിക്കും. തത്തച്ചി വരുന്നത്, തത്തച്ചിയും ടീമും ഇതൊക്കെ ചാടി വന്നൊക്കെ ഒരു കൈയില്ലേ, ഒരു കൈയില്ലാതെ അവിടെ. ഈ കാണുന്ന തോട് കണ്ട, ഈ കാണുന്ന തോടിലിട്ടാണ് കഴുകാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളമുണ്ട്. കഴുകിയ ശേഷം നമ്മൾ വീണ്ടും വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രമേ നമ്മൾ കറി വയ്ക്കുള്ളൂ, മനസ്സിലായില്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 മീനുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 കിലോ അടുപ്പിച്ചുണ്ട്. ഒരു 5 കിലോ അടുപ്പിച്ച് മീനുണ്ട്. അപ്പോ തത്തുപുന്തേ പറ്റാത്തണമെന്നല്ല, അത് മിണ്ടായിരിക്കണം അവിടെ. ഇപ്പോൾ മീൻ കഴിയുമ്പോൾ ഇങ്ങനെ വരും അത്. അപ്പോൾ ഇതാണ് സരസു, എഴുത്തൂത്തൊക്കെ സരസു എന്നാണ് ഒറിജിനൽ പേര്, സരസു എന്നാണ്. പക്ഷേ വീട്ടിലൊക്കെ വിളിക്കുന്നത് തത്തച്ചി എന്നാണ്, വീട്ടിലൊക്കെ വിളിക്കുന്നത് തത്തച്ചി. സരസു എന്നാണ് എഴുത്തൂത്ത്, തത്തച്ചി ഒപ്പൊക്കെ സ്നേഹം കൂടുമ്പോൾ തത്തപ്പുന്തേന്ന് വിളിക്കും. തത്തപ്പുന്തേ പുണ്യ വെള്ളം കണ്ട് പേടിച്ചിരിക്കണം. ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരണം, മനസ്സിലായില്ലേ? തറയിൽ വെള്ളം കണ്ടൊക്കെ പേടിക്കും. തത്തപ്പുന്തേ പൊന്നേ. ഒരു കൈയില്ലേ, അതാണ് പ്രത്യേകത, മനസ്സിലായില്ലേ? ബാക്കിയുള്ള പൂച്ചകൾ നിങ്ങൾ 4 കാലല്ലേ കണ്ടുള്ളൂ, ഇതിന് 4 കാലില്ല, 3 കാലേ ഉള്ളൂ. 2 കാല് ഒരു കൈയേ ഉള്ളൂ. കണ്ട, ഒരു കൈയില്ല. പട്ടിക്ക് വിറ്റ്, പട്ടിയെ കൊണ്ടുപോയി. പട്ടികൾ അത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അവൻ്റെ പൊന്നി. ഓ, കാല് നന്നാക്കിയ വകയിൽ 7500 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി. 7500 രൂപ. കാല് മുറിച്ച് മാറ്റിയ വകയിൽ 7500 എൻ്റെ കയ്യിൽ നിന്ന് പോയി. എപ്പോൾ തരും 7500 രൂപ? പറ, എപ്പോൾ തരും 7500 രൂപ? ഓ, പാവമല്ലേ ഞാൻ. നമുക്ക് മീനിന് കഴിവാം, മീൻ കഴിവാം, നമുക്ക് മീൻ നോക്കിയിരിക്കുന്നു. തത്തപ്പൂച്ചേ ഫ്രണ്ടിൽ വരല്ലേ, തത്തപ്പച്ച കളറിലുള്ള നിക്കറാണ്. ഷേപ്പ് അങ്ങനെ ഇരിക്കണം നിങ്ങൾ നോക്കണ്ട, ഭയങ്കര മൂർച്ചയാണ്, ഒരു രക്ഷയില്ല. ഒരുപാട് തേച്ച് കഴിഞ്ഞാൽ മിനുസപ്പെട്ടു. ജസ്റ്റ് ഒന്ന് റഫായിട്ട് തേച്ചിട്ട് കഴിഞ്ഞാൽ അരിഞ്ഞു കഴിഞ്ഞാണ്ടല്ല, നമ്മൾ അറക്കവാളിന് ഒരു തടി മുറിക്കൂല, അതുപോലെ അങ്ങ് പോകും. ഒരു ഉപമ പറഞ്ഞപ്പോൾ കൂടിപ്പോയതാണ്, അത്രയ്ക്കില്ല, കുറച്ച് നല്ലൊരു കൊച്ചായിരുന്നു. ചെറിയ ചെറിയ മീനുകളെല്ലാം ആദ്യം കഴുകിയെടുക്കുകയാണേ. സ്പീഡ് കാണിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല, ആവറേജ് സ്പീഡിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചെതുമ്പൽ ഇളകി വരുള്ളേ. നമ്മളതിൻ്റെ തോല് കളയുന്നില്ല, ചെതുമ്പൽ കളഞ്ഞിട്ട് നല്ല ഉപ്പിട്ട് കഴുകിയെടുക്കുന്നതേ ഉള്ളൂ. 10-15 കിലോ ഒക്കെ പോകുന്ന മീനാണ് ഒരു മീനിന്, അത്രയും തൂക്കം പോകുന്ന മീനാണ്. ഇപ്പം തലയില്ലേ, തല ജാക്കിയും പൂപ്പിയും, വീട്ടിലെ പട്ടികളാണ് ജാക്കിയും പൂപ്പിയും. ജാക്കിയും പൂപ്പിക്കും കറി വെച്ച് കൊടുക്കാം, മനസ്സിലായില്ലേ? വാലൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് അങ്ങനെ മുറിച്ചിട്ട് അങ്ങോട്ട് പോകും. അതിൻ്റെ ഇടയ്ക്ക് പൂച്ചകളുണ്ട്, ഇത് നമ്മൾ വേസ്റ്റ് കളയേണ്ട ആവശ്യം വരില്ല, ഇവന്മാരുടെ അടുത്ത് കഴിച്ചോളും. നമ്മൾ സാധാരണ നാട്ടുപുറത്തെ പൂച്ചകൾക്ക് ഈ തോട്ടുമീൻ്റെ വേസ്റ്റ് എടുത്താൽ ചിലതേ ഛർദ്ദിച്ച് വയ്ക്കും. പക്ഷേ ഇതൊന്നും കുഴപ്പമില്ല, നമ്മൾ സ്ഥിരം കൊടുക്കുന്നുണ്ടേ, ശരിയായി. ഫുള്ള് ഞണ്ടാണ്, മനസ്സിലല്ലേ? ഈ കാണുന്ന ഏരിയ ഫുള്ള് ഞണ്ടിൻ്റെ ഏരിയയാണ്, മനസ്സിലായി? കംപ്ലീറ്റ് ഞണ്ടാണ്. കരഞ്ഞണ്ടുണ്ട്, തോട്ട് ഞണ്ടുണ്ട്, ഇഷ്ടം പോലെ ഞണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടുന്ന വേസ്റ്റില്ലേ, തോട്ടിൽ വീണാലും കരയിൽ വീണാലും ഈ ഞണ്ടുകൾ പറക്കൊണ്ട് പോകും. നമുക്ക് വേറെ ദിവസം കാണിച്ചു തരാം വീഡിയോ ആയിട്ട്. നമ്മൾ മുന്നേയും കഴിയുന്ന സമയത്ത് ഞണ്ടുകൾ വന്നിട്ട് എടുത്തോണ്ട് പോകില്ല. ഇതിപ്പോൾ പൂച്ചകളുണ്ട്, പൂച്ചകൾ പറക്കുണ്ട്, പക്ഷേ ഞണ്ട് ദിവസം എടുക്കുന്നത് പിന്നെ കാണിച്ചു തരാം. ഇത് കഴിക്കൊണ്ടേക്കാണ്
ഇവിടെ ക്യൂവാണ്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഉണ്ടോ വരി പിടിച്ചിരിക്കുകയാണ് ഇങ്ങനെ. നല്ല സൗണ്ട്. അതായത് ഇത് തത്തച്ചി, തത്തച്ചിയുടെ കുട്ടിയാണ് പൂച്ചാണ്ടി, പൂച്ചാണ്ടിയുടെ ബന്ധുവാണ് അത്ഭുതി. ഇവരുടെ എല്ലാവരെയും ശത്രുവാണ് കേട്ടല്ലേ. കുറച്ച് മീൻ നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടി മാറ്റിയേ. അപ്പം ഇനി ബാക്കി കറി വയ്ക്കുള്ള നമുക്ക് അറുത്തെടുക്കാം. രണ്ട് വലിയ മീൻ നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട്. കല്ലുപ്പിലാണ് കഴിയണം. പക്ഷെ ഇന്ന് കല്ലുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ പൊടിയുപ്പില്ലേ, പൊടിയുപ്പിൽ നല്ലപോലെ കഴുകിയെടുക്കണം. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല വെള്ളത്തിൽ വീണ്ടും കിടക്കണം. അപ്പോൾ ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. മനസ്സിലത്തെ രാത്രിയിൽ ജാക്കിക്കും പൂപ്പിക്കുള്ള ബിരിയാണിയാണ് ഈ കാണുന്നത്. ഇല്ലേ ചെറിയ ഉള്ളി ഏകദേശം ഒരു കയ്യിൽ കൊതുക്. ചെറിയ ഉള്ളി ഏകദേശം ഒരു 10-20 ചെറിയ ഉള്ളി ചെറുതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ അരിഞ്ഞെടുക്കണേ. കുനുകുന അങ്ങനെ വലിയ അരിച്ചിട്ടൊന്നും വേണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് ഉണ്ടോ. നമ്മൾ ചെറിയ ഉള്ളി അരിയാനേ ഭയങ്കര പാടാണ്. നമ്മൾ കയ്യെ കറ്റ് പോകും. ഇച്ചാതി നല്ല മുറിച്ചാണ്, നമ്മൾ സൂക്ഷിച്ച് അരിഞ്ഞിട്ടെങ്കിൽ പോകും. പണ്ട് ഞാൻ കപ്പപ്പഴം അരിഞ്ഞപ്പോഴേ ഒരു വിരലില്ല, ഈ വിരലിൻ്റെ ഇവിടെ അരിഞ്ഞ് കളഞ്ഞ്. ഇത് നമ്മൾ നല്ലപോലെ കുഞ്ഞു അരിയണം കേട്ടോ. തോരൻ അരിയില്ല, മറ്റേ വാഴത്തടയൊക്കെ തോരൻ അരിയില്ലേ, അതിനേക്കാളും ചെറുതായിട്ടുണ്ട് ഈ ഒരു സൈസിൽ. ചെറുതായിട്ട് അരിഞ്ഞിടണം, എങ്കിലും എല്ലാ ഭാഗത്തും എത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ മറ്റേ പ്രൊഫഷണൽ ആൾക്കാർ അരിയണം, അതാണ് അങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ ടഫേ. ഒരു വെളുത്തുള്ളി നമ്മൾ 5-6-10-15 പീസൊക്കെ അരിക്കണ കുനുകുന കീറി അരിഞ്ഞൊക്കെയാണ് ഇടുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് കടി അതിൽ കൊള്ളണം, എങ്കിലും അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. വെളുത്തുള്ളി കടിയേ ബ്ലഡ് സർക്കുലേഷൻ. അയ്യോ അതെടുത്താൽ മതി, ബ്ലഡ് സർക്കുലേഷൻ. സാധാ ഉള്ളിയേക്കാളും വരുത്. അപ്പോൾ ഇത് അരി നല്ല എളുപ്പം ഇങ്ങനെ ഉണ്ടാകും. വേണം നിങ്ങൾ വയ്ക്കുമ്പം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വെച്ചാൽ മതി. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളിയൊക്കെ നല്ല കയറ്റിയിടും. ഒരു കാര്യമില്ല, വെറുതെ കയറ്റിയിടും. ഒരു രസത്തിന് കാണുമ്പോൾ നമുക്കൊരു വാവ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അനുകരിക്കല്ലേ, നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഇത് ഉണ്ടാക്കണത്. നമ്മളിങ്ങനെ മീൻ പിടിച്ചിങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങളെ കൂടി കാണിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇതൊക്കെ ചെയ്തിട്ട് വൈറലായി കിടന്നിട്ട് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഉണ്ടാക്കുന്ന സാധനം ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല. ഒറ്റയ്ക്ക് ഞാനും ചിഞ്ചും കഴിക്കുന്നല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല. വീട്ടുകാർ മീൻ കുളക്കണ്ട, മീൻ കുളം കാണിച്ചോട്. മീൻ കുളത്തിനകത്ത് ചാക്കെടുത്തിട്ടത് ചാക്ക് കാണിച്ചോട്. മീൻ കുളത്തിനകത്ത് ആരോ ചാക്കെടുത്തിട്ട് കൊടുത്തിരിക്കുന്നു. ഇങ്ങോട്ട് വേണേരി ഞാൻ തന്നെ ഇട്ട ചാക്ക്. സംഭവം അതിനല്ല ഇട്ടത്, മണൽ നിറച്ചിട്ട് ഒരു തടയണ പോലെ വെച്ചായിരുന്നു. മണലെല്ലാം ഇളകി പോയിട്ട് ചാക്ക് മാത്രം പൊങ്ങി വന്നു. എടുത്ത് കളയണം അത്. മീനെ കാണിച്ചോട്. അനക്കത് വെച്ചു പറയാം. കാണി മീനിൻ്റെ കാണി കാണുന്നുണ്ടോ അതിനകത്ത് വല്ലതും? വേടാ ഇനിയിപ്പം മീൻ കാണണ്ട, കുറച്ച് മഞ്ഞപ്പൂ കാണിച്ചോട്. ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞിരിഞ്ഞേ. രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങൾ കാണാൻ നല്ല ഭംഗിയില്ലേ? നമ്മുടെ ബിരിയാണിക്കൊക്കെ അലങ്കരിക്കുന്ന പോലെയില്ലേ, ചിക്കൻ കറിക്കൊക്കെ എടുക്കുന്ന പോലെയല്ലേ സംഭവം. ഒരു മീൻ കറിക്കുള്ള സംഭവമാണേ. അയ്യോ ഞാനേ കുറച്ച് ഉള്ളി മറ്റേ കടുക് വറക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു. അതും കൂടി മിക്സ് ആക്കി, കുഴപ്പമില്ല. എല്ലാം കൂടി മിക്സ് ചെയ്ത് കടുക് വറക്കാം. നമ്മളെ തീ മൊത്തമായിട്ടൊന്ന് നല്ല കനലായിട്ടാണ് നമ്മൾ അതിനകത്ത് ചട്ടി വെച്ചിട്ട് നല്ലപോലെ ഒരേപോലെ ചൂടാക്കി എടുക്കണം. വലിയ ചട്ടിയാണ്, ഇരുമ്പ് ചട്ടിയാണ്. കാണിച്ചു തരാം. നമ്മുടെ സ്വന്തം ചട്ടിയാണ്, മനസ്സിലായി. പണ്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് കുറേ മാസം, അതായത് നമ്മുടെ കഴിഞ്ഞ ന്യൂ ഇയറിന് ചിക്കൻ കറി വെക്കാൻ വേണ്ടി എടുത്താണ്. അപ്പോൾ നല്ലപോലെ കഴുകി ഉരച്ചെൻ്റെ ഊപ്പാടുന്നു. ഏകദേശം 1/2 മണിക്കൂറാണ് ഉരച്ച് പഠിച്ചിട്ടാണ് എൻ്റെ മറ്റേ ഓരില്ല, എൻ്റെ പുറത്തൊരു സംഭവം വരും, തുരുമ്പോഴത്തെ സംഭവം. അതെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ കാണുന്ന പോലെ. അത് നല്ലപോലെ ചൂടാവണേ. പാത്രം നല്ല പഴുത്തിരിക്കുകയാണ്. തീ ഒന്ന് കുറച്ച് കൊടുക്കണം, കുറച്ച് തീ മതി. നമ്മൾ കുറച്ച് തീ കുറയ്ക്കണം, നല്ല തീ ഉണ്ട്. നമ്മൾ തീ കുറയ്ക്കണം.
നല്ലപോലെ മൂത്ത് വരും. ബ്രൗൺ കളറില്ലേ, നല്ല ബ്രൗൺ കളറായിട്ട് വരണം. ഈ കാണുന്ന പോലെ അപ്പോൾ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഉലുവയും കടുവും കൂടി പൊട്ടിച്ചത് ചെറിയ രീതിയിൽ വളരെ ചെറുതായിട്ട് തീ കത്തിച്ച്. നമ്മുടെ കറിവേപ്പിലയില്ലേ മരക്കൊണ്ട ഒടിഞ്ഞു വീണ പോലെയുണ്ട്. നിങ്ങൾ അനുകരിക്കല്ലേ, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അനുകരിക്കല്ലേ. അപ്പോൾ തന്നെ ഒരു 10 മിനിറ്റായി വട്ടാൻ തുടങ്ങിയിട്ട്. മുളക് പൊടി ഞാൻ കറക്റ്റ് നോക്കി അളവ് നോക്കിയല്ലേ ഇടുന്നത്. എൻ്റേതായ ഒരളവുണ്ട്, മനസ്സിലായില്ലേ? ആ അളവിലാണ് ഇടുന്നത്. മല്ലിപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി ഇല്ലേ, അത് ഏകദേശം ഒരു 1/2 സ്പൂണിൽ കൂടുതൽ ഇടുന്നുണ്ട്. കുരുമുളക് പൊടിയില്ലേ, അതാണ് മെയിൻ. കുരുമുളക് ഏകദേശം ഒരു 1.5 സ്പൂണേ ഇടും. നിങ്ങളിടണ്ട, ഞാൻ നേരമാണ് പറഞ്ഞത്. കുറച്ചും കൂടി ഉപ്പ് പിന്നീട് ഇടേണ്ടി വരും. അത് ജസ്റ്റ് ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിക്കണേ. ബ്ലാക്കി മണം അടിച്ചല്ലേ, കണ്ട നല്ല കളർ വരണുണ്ടോ, നല്ല റെഡായിട്ട് വരണം. ബ്രൗൺ, നല്ല ബ്രൗൺ കളറായിട്ട് വരും. ഇത് റെഡിഷ് കളർ വരും. ആ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തിളയ്ക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കഷ്ണം ഇടും, മനസ്സിലായില്ലേ? നമുക്ക് എത്രയാണോ മീൻ കിടക്കേണ്ട അളവ്, ആ അളവിനേക്കാളും കുറച്ചുകൂടി വെള്ളം കൂടുതൽ വേണം. എന്നാലും തീയിട്ട് വറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ സാധാരണ പുളിയുടേത്. സാധാരണ പുളി ഇട്ട് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടില്ല. കുടംപുളിയാണ് കറക്റ്റായിട്ടുള്ള അളവ്. വളരെ കുറച്ചേ ഇടാവൂ. നമ്മൾ ആ വെള്ളത്തിനകത്തോട് ഒഴിച്ച് കൊടുത്തേ. അപ്പോൾ ഇനി നല്ലപോലെ തിളയ്ക്കണം. വെള്ളം അവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മീനുകൾക്ക് തീറ്റ കൊടുക്കാം. കുറച്ച് ചോറും അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് മീനിന് തീറ്റ കൊടുക്കാം. കാണിച്ചു. നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ മീനില്ലേ, കഴുകി വെച്ചിട്ടുള്ള മീൻ എടുത്തിടാൻ വേണ്ടി പോകണേ. 1 കിലോയ്ക്ക് മുകളിലുള്ള രോഗമൊക്കെ വെക്കുന്നതാണ്, കുറച്ച് കറി വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പം കഷ്ണങ്ങൾ കുറച്ച് കട്ടി കിട്ടും. ഇതാകുമ്പം ചെറിയ മീനൊന്നും അത്ര കട്ടി കാണില്ല. ഒരു പച്ചക്കറിവേപ്പിലല്ലേ, ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി കുറച്ചിട്ടിട്ട് അടച്ച് വെക്കുകയാണേ. 15-20 മിനിറ്റ് ഇങ്ങനെ കിടന്ന് വേവണം. ഇതിൻ്റെ കഴിക്കാനാണ്, നമ്മൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. മരച്ചിനി എല്ലാം വെക്കണമെന്നായിരുന്നു പരിപാടി, പക്ഷേ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി, അല്ല പൊറോട്ടയോ ദോശയോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് കാണിച്ചിട്ട്. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് ചിഞ്ചൂടെ ആയിരിക്കും, ഞാൻ പോയി വാങ്ങിയിട്ട് വരാൻ പറ്റില്ല. ടൊമാറ്റോ പിക്കിളെത്തി പൊറോട്ട മീൻ കറി ഒരുമാതിരി മറ്റേടത്ത കോമ്പിനേഷൻ ഇല്ലേ. അപ്പോൾ നമുക്ക് അടപ്പൊന്ന് പൊക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അവസ്ഥ നോക്കാം. അങ്ങനെയുണ്ട്, നല്ല തിളയല്ലേ, കൊള്ളാം. ടേസ്റ്റ് നോക്കട്ടെ. കൊള്ളാം. പക്ഷെ കുറച്ചൊരു പണിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരടപ്പ് വെളിച്ചെണ്ണ നമ്മൾ എൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണേ. ഒരു തണ്ട് കറിവേപ്പില, പച്ച കറിവേപ്പില അതിനകത്ത് ഇട്ട് കൊടുക്കണേ. നമ്മൾ ആദ്യം കറിവേപ്പിലിട്ട് ഇടയ്ക്ക് ഒരു തണ്ടിട്ട് ഇപ്പോൾ അവസാനം ഒരു തണ്ടിട്ട് നമ്മൾ നല്ലപോലെ അടച്ചു വെക്കണം. അതിന് പിന്നെ ഒന്ന് കുലുക്കി വെച്ച് കൊടുക്കണം. കണ്ടോ, കറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത്ര അരപ്പ് അതിൽ വേണം. കാരണം എന്താ പറയുമ്പോൾ ഇനി തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് അരപ്പ് വറ്റും. അപ്പോൾ ഇത്ര അരപ്പില്ലാന്നുണ്ടെങ്കിൽ തീരെ ഡ്രൈ ആയിപ്പോൾ. ഇപ്പോൾ ഇത്ര അരപ്പ് വെച്ചിട്ട് നമ്മളെ നിർത്താൻ വേണ്ടി പോകണം. അതുപോലെ തന്നെ ഇരുമ്പ് ചട്ടിക്കകത്ത് തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ നല്ലപോലെ വറ്റിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഇന്ന് മാറ്റി വെക്കണം, മനസ്സിലായില്ലേ? നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിത് ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെയാണ് കഴിക്കുന്നത്. അത് നമ്മൾ അടച്ചു വെച്ചില്ലേ, അടച്ചു വെച്ച പാത്രത്തിൽ തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ കറിയേ നല്ല വെന്തെന്ന് പറഞ്ഞാൽ വെന്ത് ഉടഞ്ഞു. ഞാൻ കണക്കിനെ വയ്ക്കുള്ളൂ. അതേപോലെ വെന്തുടഞ്ഞ് മസാലയെല്ലാം അത് നല്ലപോലെ പിടിക്കണം. ആ കണക്കിനെ ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ കഴിച്ച് നോക്കാമേ. പൊറോട്ടയാണ് കഴിക്കുന്നത്. കിടിലമാണ്. ഞാൻ ഉണ്ടാക്കേണ്ടതല്ല, കിടിലമാണ്. കിടിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിക്കനും പൊറോട്ടയും കഴിക്കില്ലേ, അതിനേക്കാളും ടേസ്റ്റാണ്. ചുമ്മാ എങ്കിലും നിങ്ങളൊന്ന് വെച്ച് നോക്കണം, മനസ്സിലായില്ലേ? ഞാൻ ഈ വെച്ച പോലെയല്ല, യൂട്യൂബിൽ ഇതുപോലത്തെ വേറെ വീഡിയോ ഇഷ്ടം പോലെ ഉണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വെച്ച് നോക്കണം. ചിക്കനേക്കാളും ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ്.
കുറച്ച് ഉടംകൊല്ലി മുളക് കൂടി കിട്ടിയല്ലേ സെറ്റായിരിക്കും. ഉടംകൊല്ലില്ലേ അതിൻ്റെ മണം കൂടി ഉണ്ടെങ്കിൽ സെറ്റ്. പക്ഷെ എനിക്ക് മറന്ന് ഇല്ലെങ്കിൽ സച്ചിയുടെ വീട്ടിലുണ്ടായിരുന്നു ഉടംകൊല്ലി മുളക്. അവിടെ പറിച്ചുകൊണ്ടുവരായിരുന്നു. ഒരു രക്ഷയില്ല. ഇത് പൂച്ച കഴിച്ചു. അരപ്പ് ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞ കള്ളമാണെങ്കിൽ ചിഞ്ചുവിനെ ചോദിച്ചേക്കാം. ചിഞ്ചുവിനെ കൊണ്ട് കള്ളം പറയിക്കാം. ഇതെങ്ങനെ കൊടുക്കും? ഒരു വശമില്ലാത്ത സൈഡിലായിപ്പോയല്ലോ. സൂപ്പർ കൊള്ളാമേ. കൊള്ളാമേ. ഇറച്ചി ഐറ്റംസ് കഴിക്കുന്ന പോലെ അതന്നെ ചിക്കനെക്കാളും ചൂട് ചൂട് ചൂട്. കൈവള്ളി ചൂടില്ലേ? കൈവള്ളി കറക്റ്റ് ചിക്കൻ ഇല്ലേ? ചിക്കനെ കഴിക്കണേക്കാൾ ടേസ്റ്റ്. പക്ഷെ കറക്റ്റ് വെച്ചാൽ കുറച്ചും കൂടി ഇത് കിട്ടുമെന്ന് തോന്നുന്നു. ഇല്ലേ ചിക്കനെക്കാൾ ടേസ്റ്റ് ഇല്ലേ? പൊറോട്ടയും കൂടെ കഴിക്കുമ്പോഴേ എന്താ പറയാ, ഒന്നും പറയാനില്ല. ആണെങ്കിൽ തിന്നിട്ട് പോകും. ചൂണ്ടിടാൻ പോണ സമയത്ത് കുറേ ആൾക്കാർ അടുത്ത് നിന്ന് പറയും. എല്ലാവരും അടുത്ത് നിന്ന് പറയും, അപ്പോൾ കറി വെക്കല്ലേ, കറി വെച്ചാൽ ഒരു വകയ്ക്ക് കൊള്ളൂല, വായിൽ വെച്ചാൽ കൊള്ളൂല, പൊരിക്കാനാണെങ്കിൽ കിടില വന്ന്. അപ്പം അങ്ങനെ പറയുക. പക്ഷേ ഒരു തവണ നിങ്ങൾ കൃത്യമായിട്ട് കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പൊരിക്കാൻ നിൽക്കില്ല. മനസ്സിലായില്ലേ? അതിൻ്റെ അടുത്ത് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പൊരിക്കാൻ നിൽക്കില്ല. എപ്പോൾ കിട്ടിയാലും കറി വെച്ചേ കഴിക്കുള്ളൂ. പ്രത്യേകിച്ച് ചെറിയ പരൽ മീനൊക്കെ ഇല്ലേ, പരൽ മീനൊക്കെ കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിക്ക് കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ. നമ്മുടെ മീൻകറി നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇന്നത്തെ രോഹു നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്തിൻ്റെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ച് എൻ്റെ മനസ്സിലല്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ, ടാറ്റാ. അടുത്ത വീഡിയോ പിന്നെ കാണിച്ചു തരാം. സരസു ഇല്ലേ, പറയാൻ പറഞ്ഞത് സരസു. കുറച്ച് നേരത്തെ നമ്മുടെ മറ്റേ ഉച്ചയ്ക്ക് മീൻ കഴിയുന്ന നേരത്ത് നമ്മുടെ ഉണ്ടാകുന്ന സരസു പൂച്ചയില്ലേ, സരസു പൂച്ച പെറ്റ്. വീട്ടിൽ പോയ സമയത്ത് സരസു പൂച്ച പെറ്റെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി. ഇവിടെ എല്ലാം കറുത്ത ആൺപൂച്ചകളേ ഉള്ളൂ. പക്ഷേ പ്രസവിച്ച പൂച്ചക്കുട്ടി എന്ന് പറഞ്ഞാൽ മഞ്ഞ കളർ, മറ്റേ ഓറഞ്ച് കളർ പൂച്ചയില്ലേ, ആ പൂച്ചയാണ് പെറ്റിട്ടത്. അവനോ വരുത്ത് പോക്കണ്ട് ഇരുട്ടത്തെ. തത്തച്ചി ആളത്ര വെടിപ്പല്ല എന്ന് പണ്ടേ ഇവിടെയുള്ള പൂച്ചകളൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഞാനൊന്നും വിശ്വസിച്ചില്ല. തത്തച്ചിയെ നമ്മളെല്ലാം ആ കണ്ണുകൊണ്ടല്ല കണ്ടത്. പക്ഷേ തത്തച്ചി നമ്മളെ ചതിച്ചു കളഞ്ഞു. ഓറഞ്ച് കളറിലുള്ള ഒരു പൂച്ച എന്നെ ചതിച്ചില്ല. ഷൂട്ട കറുത്ത പൂച്ചയുണ്ട് ഇവിടെ, ഷൂട്ട കറുത്ത പൂച്ച. അവ ഇപ്പോൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങി. ഇതെങ്ങനെ വന്നെന്ന് തത്തച്ചി ഇപ്പോൾ ഒരുമാതിരി മറ്റേ കണ്ണിലാണ് നോക്കണത്. ഇനി പൊറോട്ട വേണോ കഴിച്ചോ? ഒരു കൈയില്ലെന്നേ ഉള്ളൂ. ആഴ്ചയിൽ പുറം എന്ത് പ്രതിഭാസമാണെന്ന് മനസ്സിലാവുന്നില്ല. പൊറോട്ട ആണേ കടയിൽ എടുത്തില്ലേ. തിളച്ച കറിയാണ്. ചട്ടിയിൽ നിന്ന് ഡയറക്റ്റ് മുക്കി എടുത്തത്, വേറെ ഒന്നുമില്ല. അല്ല വറ്റി വരുന്നതനുസരിച്ച് നല്ല മുളക് നല്ല തെളിഞ്ഞ് വന്നു, മനസ്സിലായില്ലേ? ഉണ്ടാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നേ സരസുവിൻ്റെ മൂത്ത സന്തതിയാണ് ഈ കാണുന്നത്. സരസു വീണ്ടും പറ്റി. എല്ലാവരും ഒരു കൺഗ്രാജുലേഷൻ അറിയിക്കും സരസുവിന്. ഓടക്കടി ഉണ്ടാ ഒറ്റയ്ക്ക് കൊണ്ടു വച്ചിട്ടേ വേണമെന്ന് പോലും ചോദിക്കണില്ല. നശിച്ച് ലോകം.